കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഹരീഷ് തൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി വെക്കാനുള്ള തിരക്കിലായിരിക്കും. പണികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ആ ടൂൾസും സാധനങ്ങളൊക്കെ ഇങ്ങ് അടുക്കി പെറുക്കി വെച്ചാൽ മാത്രം മതി. അപ്പോഴാണ് ഹെൽപ്പർ ചന്തു പതുക്കെ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത്, ഹരീഷേട്ടാ ഞാൻ എന്നാ പൊയ്ക്കോട്ടെ എന്ന്. ഇത് കേട്ടപ്പോൾ ഹരീഷിനങ്ങ് ദേഷ്യം വന്നു. എടാ പോവാറായോ? അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്കൂട്ടറുകളൊക്കെ ആരകത്തേക്ക് കയറ്റി വെക്കും? ഇതെല്ലാം അകത്താക്കി ഷട്ടർ ഇട്ടിട്ട് പോയാൽ പോരെ? നീ ഇപ്പോൾ വീട്ടിലേക്ക് ഓടിപ്പോയിട്ട് അവിടെ എന്ത് ചെയ്യാനാണെന്ന് ഹരീഷ് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. ചന്തുവാണെങ്കിൽ ആകെ നിരാശനായി. എൻ്റെ ദൈവമേ, ഇവിടെ നിന്നും ഒരു ദിവസമെങ്കിലും നേരത്തെ ഇറങ്ങാമെന്ന് വെച്ചാൽ അതൊന്നും നടക്കില്ലല്ലോ എന്ന് അവനിങ്ങനെ സ്വയം പിറുപിറുത്തു. ഹരീഷ് വിട്ടില്ല. നീ ഇപ്പോൾ വെറുതെ അല്ലല്ലോ പോകുന്നത്, ശമ്പളം തന്നു തന്നെയല്ലേ പണിയെടുപ്പിക്കുന്നത്, അതുകൊണ്ട് മര്യാദയ്ക്ക് എല്ലാം ഒതുക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് തന്നെ ഹരീഷ് അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. ആ സമയത്താണ് നീതു തൻ്റെ സ്കൂട്ടർ തള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നീതു എന്ന്. വീണ്ടും വണ്ടി പണി തന്നോ എന്ന് ചോദിക്കും. പതിവ്. അന്നേരം നീതു പരിഭവത്തോടെ പറഞ്ഞു, എന്തു ചെയ്യാനാണ് ഹരീഷേ, ദേ ആ നിൽക്കുന്ന ആളില്ലേ, അവൻ നന്നാക്കി വിട്ടതാണിത്. എന്നിട്ടിപ്പോൾ വീണ്ടും വണ്ടി വഴിയിൽ തന്നെ നിന്നു, സ്റ്റാർട്ടാവുന്നേയില്ല. ഹരീഷിന് അത്ഭുതമായി. താൻ നല്ല കൃത്യമായിട്ടാണല്ലോ നോക്കിവിട്ടത് എന്ന് അവൻ പറഞ്ഞു. ചന്തുവിന് ഇതിലെന്തോ പന്തികേട് തോന്നി. അവൻ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, വണ്ടി ഓണാക്കിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോഴാണ് ഹരീഷ് ചന്തുവിനെ നോക്കി ചോദിച്ചത്, നീ ഇപ്പോൾ പോകുന്നില്ലേ എന്ന്. അപ്പോൾ ചന്തു തിരിച്ചു ചോദിച്ചു, അല്ല ഹരീഷേട്ടനല്ലേ പറഞ്ഞത് ഇതെല്ലാം ഒതുക്കിപ്പെറുക്കി വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഷട്ടർ ഇട്ടിട്ട് എവിടെ നിന്ന് പോയാൽ മതിയെന്ന്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, വേണ്ട ഇപ്പം അതൊന്നും വേണ്ട, നീ തൽക്കാലം പോയിക്കോ എന്ന് പറയും. ചന്തുവിന് കാര്യം പിടികിട്ടി. സന്ധ്യാനേരമായെന്ന്. നീതുവിൻ്റെ അച്ഛനെങ്ങാനും ഈ വഴി വന്നാൽ കളി മാറുമെന്ന് അവന് നന്നായിട്ടറിയാം. ഹരീഷ് പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന്, നീ വേഗം വിട്ടോ എന്ന് പറയാണ്. അന്നേരം ചന്തു പിറുപിറുത്തുകൊണ്ട് തന്നെ അവിടെ നിന്നു പോയി. അങ്ങനെ ചന്തു പോയതിനു ശേഷം ഹരീഷ് നീതുവിനോട് ചോദിച്ചു, നീ എന്താ ഇപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് വന്നത് എന്ന്. അപ്പോൾ നീതു ചോദിക്കുന്നുണ്ട്, എനിക്ക് ഹരീഷിനെ കാണാൻ തോന്നുമ്പോൾ വരാൻ പാടില്ലേ എന്ന്. ഹരീഷ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഒടുവിൽ ഹരീഷ് പറഞ്ഞു, ശരി സാരമില്ല, നേരം വൈകി ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയും. അന്നേരം നീതു പറഞ്ഞിട്ട്, മറ്റുള്ളവരുടെ ബൈക്കിൻ്റെ പുറകിൽ കയറി പോകുമ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. നീ നിൻ്റെ സ്കൂട്ടറിൽ തന്നെ പോയിക്കോ, ഞാൻ പുറകെ എൻ്റെ ബൈക്കുമായിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും പ്രണയാതുരമായ സംസാരവുമായി വീട്ടിലേക്ക് പോയി. വീടിനകത്തേക്ക് എത്തിയപ്പോൾ നീതു പറഞ്ഞു, എങ്കിൽ ശരി നാളെ കാണാം, ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് ഹരീഷ് അവളെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ വരുമ്പോൾ ഹരീഷിൻ്റെ സ്വഭാവം മാറുമോ എന്നായിരുന്നു നീതുവിൻ്റെ സംശയം. ഹരീഷ് ഉറപ്പ് കൊടുത്തു, ഇനി ഒരിക്കലും മാറ്റമുണ്ടാവില്ല എന്ന്. അവൾ ആ വിശ്വാസത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കയറിപ്പോയി. പിന്നീട് രാത്രി സുധീഷും നിധിയും എല്ലാവരും കൂടി ആഹാരം കഴിക്കാനിരിക്കുമായിരിക്കും. സുധീഷ് ആകെ ടെൻഷനിലാണ്. രാജീവിന് ഫേസ് ചെയ്യാനുള്ള മടി ഒരു വശത്ത്, നിധിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ അവർ ശ്രമിക്കുമോ എന്ന പേടി മറ്റൊരു വശത്ത്. നിധി അവനോട് ചിക്കൻ കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ അരുണിന് വല്ല അസ്വസ്ഥത തോന്നി. പെട്ടെന്നാണ് രാജീവ് സുധീഷിനോട് ഡ്രൈവിംഗ് ജോലിയെക്കുറിച്ച് ചോദിച്ചത്. സുധീഷ് വർഷങ്ങളായി ഈ ജോലി ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങിയതാണോ എന്ന് രാജീവ് പരിഹസിച്ചു. ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല എന്ന് സുധീഷ് മറുപടി നൽകി. എങ്കിൽ തങ്ങളോടൊപ്പം കൂടിക്കൊള്ളാൻ രാജീവ് ക്ഷണിച്ചുവെങ്കിലും ഇത് തനിക്കുള്ള പണിയാണെന്ന് തിരിച്ചറിഞ്ഞ സുധീഷ് അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊടുത്തിന് സുധീഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. മുറിയിലേക്ക് എത്തിയ സുധീഷ് ചിന്തിച്ചത്, എന്തിനാണ് നിധിയുടെ അച്ഛനെ വെല്ലുവിളിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ്. സമാധാനം അങ്ങ് പോയി കിട്ടി. ആ സമയം നിധി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തിരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. രാജീവ് അവളോട് കുശലാന്വേഷണം നടത്തി. നിധി പറയുന്നുണ്ട്, താൻ അവിടെ വളരെ വലിയ സന്തോഷത്തിലാണ് എന്നും അവിടുത്തെ വീട് ചെറുതാണെങ്കിലും മനുഷ്യർക്ക് നല്ല സ്നേഹമാണ് എന്നും സുഭാഷേട്ടൻ തന്നെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നത് എന്നും പറയും. ഇത് കേട്ടപ്പോൾ രാജീവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. താനാണല്ലോ മോളെ ഇത്രയും കാലം മനസ്സിലാക്കാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ അങ്ങ് അഭിനയിച്ചു. നിധി അച്ഛനെ സമാധാനിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉപദ്രവിച്ചതിനും മറ്റും രാജീവ് അവളോട് മാപ്പ് പറഞ്ഞു. തൻ്റെ കാലം കഴിയുന്നതുവരെ മോൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ താൻ തിരികെ പോയേ പറ്റൂ എന്ന് നിധി തർപ്പിച്ചു പറയാണ്. സാന്ദ്ര പറഞ്ഞതൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സത്യം അച്ഛനോട് വെളിപ്പെടുത്തണോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചുവെങ്കിലും അച്ഛൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് എന്നും അറിയാത്തതിനാൽ അവൾ അത് വേണ്ട എന്ന് വെച്ചു. അമ്മ വിളിക്കുന്നത് പോലും കേൾക്കാനാവാതെ അവൾ ആലോചനയിൽ മുഴുകി. ഹേമയും രാജിയും അവളെ വിളിച്ചു നിർത്തി. സുധീഷിനെ ഡ്രൈവർ ജോലിയിൽ നിന്നും മാറ്റി ഇവിടെ ബിസിനസ്സിൽ ചേർക്കുന്നതിനെക്കുറിച്ച് അവർ വീണ്ടും സംസാരിച്ചു. എന്നാൽ ഭർത്താവിൻ്റെ ഇഷ്ടമാണ് പ്രധാനമെന്നും അദ്ദേഹം പോകുന്നിടത്ത് ഭാര്യ നിൽക്കേണ്ടതാണെന്നും നിധു മറുപടി നൽകി. തനിക്ക് ജോലി കിട്ടിയ കാര്യം, സൂര്യ കാരണം ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ അവൾ പങ്കുവെച്ചു. രാജീവ് അഭിനയിച്ചു കൊണ്ട് തന്നെ സൂര്യ ഒന്ന് കാണണമെന്ന് പറയാതെ
അന്ന് രാത്രി സുധീഷിന് ഒട്ടും തന്നെ ഉറക്കം വരാതെ നോക്കുമ്പോൾ നിധി അച്ഛനുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹരീഷ് നീതുവിന് മെസ്സേജ് അയക്കുന്നത്. ഉറങ്ങാൻ തുടങ്ങിയതാണ് എന്ന് ഹരീഷ് പറഞ്ഞുവെങ്കിലും വിളിക്കാനുള്ള നീതുവിൻ്റെ ആഗ്രഹം കേട്ട് ഹരീഷ് ആകെ ധർമ്മസങ്കടത്തിലായി. വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നതിനാൽ എങ്ങനെ സംസാരിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവൻ ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.